ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് 1606 സ്ക്വയർ ഫീറ്റ് വരുന്ന പ്ലാനും അതുപോലെ തന്നെ ഇതിൻ്റെ 3D എലിവേഷനും പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ 3D എലിവേഷൻ കണ്ടിട്ട് പ്ലാനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ 1606 സ്ക്വയർ ഫീറ്റിൻ്റെ 2 BHK പ്ലാനിൻ്റെ 3D എലിവേഷൻ വരുന്നത്. ഒരുപാട് ആഡംബരങ്ങളൊന്നും ചേർക്കാതെ തന്നെയുള്ള ഒരു കണ്ടംപററി സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ പ്ലാനിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. മൊത്തം 1660 സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ. വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത് വീട്. അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ് റൂം ഉണ്ട്. ഹെഡ് റൂം വരുന്നത് 167 സ്ക്വയർ ഫീറ്റാണ്. സിറ്റ് ഔട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 424 160 സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. ഒരു 4-5ഓളം ചെയർ നമുക്ക് സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലിവിംഗ് റൂമിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് ഫ്രണ്ടിൽ 3 പാളി വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിംഗ് റൂമിലേക്ക് പോവുകയാണെങ്കിൽ 400-515 ഒരു ലിവിംഗ് റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കയറി വരുന്ന റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ 6 സീറ്റർ സോഫയും അതുപോലെ തന്നെ ഒരു സിംഗിൾ സോഫയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിംഗ് റൂമാണ്, ഒട്ടും കൺജസ്റ്റഡ് അല്ല. നമ്മൾ പോകുന്നത് ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 390-330 ഒരു ടേബിളും ചെയറും ഉണ്ട്. അതുപോലെ തന്നെ 3 ഡോർ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. 220-150 ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫാമിലി ലിവിംഗ് ഉള്ളത്. ഫാമിലി ലിവിങ്ങും ഗസ്റ്റ് ലിവിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഭാഗത്തായിട്ട് പറഗോള കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫാമിലി ലിവിംഗ് നോക്കാം. 400-518 ഫാമിലി ലിവിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫാമിലി ലിവിംഗിലേക്ക് കിടക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് 5 സീറ്റർ സോഫയും അതുപോലെ തന്നെ ഒരു സിംഗിൾ സോഫയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ 350-330 ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ടേബിളും ചെയറും അതുപോലെ തന്നെ വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. 2 വോളിലായിട്ട് 3 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂമാണ്. 186-190 ടോയ്ലറ്റ് സൈസ് എന്ന് പറയുന്നത്. നമ്മൾ നേരെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ 390-360 സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നത്. ടേബിളും ചെയറും അതുപോലെ തന്നെ വാർഡ്രോബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂമാണ്. 220-150 ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങും ഗസ്റ്റ് ലിവിങ്ങും തമ്മിൽ ഒരു പെറഗോള കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഭംഗിയായിട്ടുണ്ട്, എന്തായാലും ഒരു അട്രാക്റ്റീവ് ആയിരിക്കും എന്തായാലും. ഇനി നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഡൈനിങ് തന്നെയാണ്. 335-360 ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ വാഷും സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 4 പാളി വിൻഡോയാണ് നമ്മൾ ഡൈനിങ്ങിൽ കൊടുത്തത്. അത്യാവശ്യം വെളിച്ചം വേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഡൈനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് നോക്കുകയാണെങ്കിൽ 280-360 കിച്ചൺ എന്ന് പറയുന്നത്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ വർക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ 240-360 വർക്ക് ഏരിയയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിങ്കും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 3 പാളി വിൻഡോ, കിച്ചൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി പുറമേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ടോയ്ലറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പുറത്തൊരു ടോയ്ലറ്റ് എന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്ലാനും അതുപോലെ തന്നെ 3D എലിവേഷനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ ബൈ. താങ്ക് യു.